സുഹൃത്തുക്കളെ, സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപിൻ്റെ വിഷയത്തിൽ വിധി വന്നു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാമായിരുന്നു വിധി ഇങ്ങനെ തന്നെയാണ് വരിക എന്ന്. ദിലീപിനെ തൊടാൻ ആരും ധൈര്യപ്പെടില്ല. കാരണം കിനാവള്ളി കൈകൾ പോലെ അയാളുടെ കൈകൾക്ക് 10 വിരലുകൾ, 100ഉം 200ഉം 1000ഉമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ വിധി. ഫേസ്ബുക്കിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പോസ്റ്റുകൾ കണ്ടു. അവരിൽ ഒരാൾ പോലും ഈ വിധിക്കെതിരെ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു എന്നുള്ള ഒരു വാചകം പോലും എഴുതി കണ്ടില്ല. എന്തുകൊണ്ട്? ഏത് വിധത്തിലാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടച്ചു പൂട്ടി ഭദ്രമായി അട്ടത്ത് കയറ്റി വെച്ചിട്ടുള്ളത്, അതേ പുരുഷാധിപത്യ ലോകത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊരു വിധിയും വരില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിജീവിതയ്ക്കൊപ്പം എന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരാൾ പോലും ഈ വിധിക്കെതിരെ അവരുടെ പ്രതിഷേധം, ധാർമ്മിക രോഷം വ്യക്തമാക്കി കണ്ടില്ല. അവൾക്കൊപ്പം എന്നൊരു വാക്ക് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത് എഴുതിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് ഇവർക്കൊക്കെ നന്നായിട്ടറിയാം. ഒരേ സമയം വേട്ടക്കാരനൊപ്പം ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ആ അത്ഭുത പ്രതിഭാസമാണ് കഴിഞ്ഞ 7 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയൊരു താത്രിക്കുട്ടി കേസ് ഉണ്ടായിരുന്നു, സ്മാർത്ത വിചാരത്തിൻ്റേത്. പുരുഷാധിപത്യ സമൂഹത്തിനോടുള്ള തൻ്റെ പ്രതികാരമായി താത്രിക്കുട്ടി എന്ന നമ്പൂതിരി യുവതി പല പുരുഷന്മാരുമായി വേഴ്ചയിലേർപ്പെട്ടു. ആ പുരുഷന്മാരിൽ നിന്നെല്ലാം അടയാളമായി ഓരോ വസ്തുക്കൾ അവർ അറിഞ്ഞോ അറിയാതെയോ അവൾ കൈക്കലാക്കി വെച്ചു. സ്മാർത്ത വിചാരം നടന്നു. ഒട്ടേറെ പുരുഷന്മാർക്ക് അവരുടെ സ്ഥാനവും മാനവും എല്ലാം നഷ്ടപ്പെട്ട് ഭ്രഷ്ടരായി. വിചാരം നടന്നുകൊണ്ടിരുന്നു. അവസാനം താത്രിക്കുട്ടി ചോദിച്ചത്രേ, ഇനി ഒരു മോതിരം കൂടിയുണ്ട്, അത് കാണിച്ചു തരണമോ എന്ന്. സ്മാർത്തന്മാർ ഞെട്ടിപ്പോയി. കാണിച്ചിട്ടുണ്ടായിരിക്കണം, കാരണം അത് നാടുവാഴുന്ന പൊന്നുതമ്പുരാൻ്റേതായിരുന്നു. അതോടെ വിചാരവും വേണ്ട, സ്മാർത്തവും വേണ്ട, സ്മാർത്തന്മാരെല്ലാം മണ്ടിപ്പോയി എന്നാണ് കേട്ടിട്ടുള്ളത്. അത്തരം ഒരവസ്ഥയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വന്നത്. കാരണം പട്ടും വളയും കൊടുത്ത് ആദരിക്കുന്ന നടനകേസരികൾ പലരും ആ റിപ്പോർട്ടിൽ കുറ്റവാളികളുടെ സ്ഥാനത്തായിരുന്നു. അവർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യം അവർ അവിടെ ചെയ്തു. ഹേമയും വേണ്ട, അവളുടെ റിപ്പോർട്ടും വേണ്ട. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു ദിലീപിന് ഒരു കേടുപാടും പറ്റില്ലെന്ന്. സൂത്രങ്ങൾ കാണിച്ച്, ചെപ്പടി വിദ്യകൾ കാണിച്ച് വലിയ വലിയ മനുഷ്യരെ പറ്റിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ദിലീപ് മിക്കവാറും സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ആ മനുഷ്യൻ്റെ ശരിയായ രൂപം തന്നെയാണ് ആ ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടത്. IPSകാരിയായ ശ്രീലേഖ ജയിലിൽ പോയി ദിലീപിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് മനമുരുകി, മനമലിഞ്ഞ് എഴുതി കൂട്ടിയ സാഹിത്യം നമ്മൾ കണ്ടു. സിനിമയിൽ ഏത് വേഷവും നന്നായി അഭിനയിക്കുന്ന ഒരു നടന് ഒരു IPSകാരിയുടെ മുന്നിൽ വേഷം കെട്ടാനാണോ പ്രയാസം? അത്
അഭിനയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയല്ലല്ലോ ശ്രീലേഖ IPS. എന്തായാലും ആദ്യം മുതൽക്കേ വേട്ടക്കാരൻ്റെ ഒപ്പം നിന്നവർ വേണ്ട വിധത്തിൽ ചരട് വലിച്ചു. ഏതു വിധത്തിലാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിൽ ഓടിച്ച കാർ ഇടിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ മരിച്ചത്? അന്ന് മുഴുവൻ സംവിധാനങ്ങളും അയാൾക്കൊപ്പം ഏതു വിധത്തിലാണ് തെളിവുകൾ തേച്ചു മാച്ച് ലഘൂകരിക്കാൻ നിന്നത് എന്ന് കേരളത്തിലെ ജനസമൂഹം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അത്ഭുതം ഒന്നും ഇല്ല. ശബരിമലയെ അങ്ങനെ തന്നെ അടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുള്ള കേസ്, അതിലും എന്താണ് വിധി വരാൻ പോകുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇന്ന് സത്യത്തിന് അപജയം വന്ന കാലമാണ്. അസത്യം മാത്രമേ വിജയിക്കൂ എന്നാണ് ഇന്നത്തെ അവസ്ഥ. സത്യത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴെല്ലാം സംഭവാമി യുഗേ യുഗേ എന്നാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സംഭവിക്കുമെന്ന് പ്രത്യാശിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ശ്രീലത.